സമയത്താണ് ഞാൻ എൻ്റെ അമ്മയും കുഞ്ഞും മരിച്ചു പോകുന്നത്. അത് എനിക്ക് അന്ന് എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം കൃപാസന പത്രം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് മാത്രമാണ്. അവിടെ നിന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മകളെ തന്ന് എൻ്റെ കൃപാസന മാതാവ് അനുഗ്രഹിച്ചു. മാതാവിൻ്റെ സാക്ഷ്യത്തിൽ കിട്ടിയ മകളാണിത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സാക്ഷ്യം പറയേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ല, പുള്ളിക്ക് ജോലിയില്ലാതെ നടക്കുന്ന സമയത്ത് ഗൾഫിലേക്ക് ഒരു ഇൻ്റർവ്യൂ വരുന്നു. മാതാവിൻ്റെ കൃപയാൽ അവിടുന്ന് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞു, കുഴപ്പമില്ലാതെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കിടപ്പാടം ജപ്തിയിലായി. ആ സമയത്ത് മാതാവ് എനിക്ക് വലിയൊരു തുക എവിടുന്നോ എന്നെ അനുഗ്രഹിച്ച് തന്ന് എനിക്കത് അടച്ച് കൊടുക്കാനും അതിൽ നിന്ന് ഒഴിവാക്കാനും എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അത് ഇപ്പോൾ പറയാൻ പോകുന്ന സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കിങ്ങനെ തോന്നുകയാണ്, ഞാൻ എന്തോ മാതാവിനോട് പറയാൻ എനിക്ക് കടം കിടക്കുന്നു, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിൽ വരുന്നു, വർഷങ്ങളായിട്ട് ഞാൻ ആസ്മയുടെ അടിമയാണല്ലോ. എത്ര ഇൻഹേലറും, അതായത് ഒരു ദിവസം 4-5 പ്രാവശ്യം ഇൻഹേലർ യൂസ് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ആൾ ഇപ്പോൾ 2 വർഷമായിട്ട് ഇൻഹേലർ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മാതാവിൻ്റെ കൃപ, ഞാൻ ഇവിടെ വന്ന് ഈ മകളിൽ ആശ്രം മെഡിസിറ്റിയിൽ 9 മാസം അഡ്മിറ്റാണ്. എനിക്ക് മാതാവിൻ്റെ തൈലം അന്നാണ് കിട്ടുന്നത്. ഈ തൈലം എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് പുരട്ടി എൻ്റെ കുഞ്ഞിന് രോഗസൗഖ്യം വന്ന് ഇന്ന് വരെ എൻ്റെ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കേണ്ട ഒരാവശ്യവും വന്നിട്ടില്ല. പിന്നെ എല്ലാ മാതാവാണ് എൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഈ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഈ ആസ്മ വീണ്ടും വരികയും അവിടെ തന്നെ എന്നെയും കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തൊട്ട ബെഡിലുള്ള ഒരാളാണ് മാതാവിൻ്റെ തൈലം തന്നത്, കുഞ്ഞിന് പുരട്ടുകയും ഞാൻ അന്നേരം എൻ്റെ ദേഹത്തും ആ തൈലം പുരട്ടിയിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മയിലില്ല. ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ അസുഖം ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഈ 2 വർഷമായിട്ട് ഞാൻ ഇൻഹേലിയറോ ഒരു നെബിലൈസേഷനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അത് എൻ്റെ മാതാവിൻ്റെ കൃപയാലാണ് എനിക്ക് ആ രോഗസൗഖ്യം കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ അങ്ങേ മാസം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് പോയതിന് ശേഷം മോൾക്ക് ചെറുതായിട്ടൊരു ലൂസ് സ്റ്റൂൾ വന്നു. അപ്പോൾ ഞാനത് വലിയ കാര്യമാക്കിയില്ല, ജനറൽ ആശുപത്രി കാണിച്ചു. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ എന്നോട് മാതാവ് പറയുന്നുണ്ട്, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്കുക, കുഞ്ഞിനെന്തോ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കാണിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, ലൂസ് സ്റ്റൂൾ 4 ദിവസം കൊണ്ട് നിൽക്കും. 4 ദിവസം അത് 10 ആയി, 15 ആയി, 20 ആയി, നിൽക്കുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഒരു ദിവസം ഞാൻ മാതാവിനോട് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് തന്നെ പറയണം, എൻ്റെ മാതാവ് സാക്ഷ്യം പറഞ്ഞ കുട്ടിയാണല്ലോ, എൻ്റെ കുഞ്ഞിന് എന്താ പിന്നെ ഇങ്ങനെ വയ്യാതെ വന്നത്. എൻ്റെ മനസ്സിൽ അന്നേരം തോന്നിക്കാണ്, നീ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. ഞാൻ അന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ലൂസ് സ്റ്റൂൾ എങ്ങനെ ഒരു മെഡിസിനും ഇല്ലാതെയാണ് ആ ലൂസ് സ്റ്റൂളിൽ നിന്നത്. അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ ഹോസ്പിറ്റൽ അധികൃതരോട് ചെന്ന് പറയുന്നത്, നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് അടയ്ക്കാം, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ശരി, അവർ പറഞ്ഞു നാളെ രാവിലെ 10 മണിക്കുള്ളിൽ അടച്ചാൽ മതിയെന്ന്. പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പം എൻ്റെ തൊട്ട് ബെഡിലിരിക്കുന്ന സിജി കുര്യൻ എന്ന് പറയുന്ന ഒരു മാഡം എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അവർ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്, എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ചേച്ചി ഞങ്ങൾക്ക് കൃപാസന മാതാവിൻ്റെ തൈലവും പത്രമൊക്കെ തന്ന് ഞങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹം കാട്ടി തന്നില്ലേ, ഞങ്ങൾ ഈ പേയ്മെൻറ്റ് അടച്ചോട്ടെ, നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ പോകല്ലോ, ചേച്ചി കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ പോകും. ആ പേയ്മെൻറ്റ് അവർ അടയ്ക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഈ പേയ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴാണ് തിരിച്ചു തരേണ്ടത്, എനിക്ക് അത് അറിയണമെന്ന് പറഞ്ഞു. ഇല്ല, പേയ്മെൻറ്റ് ചേച്ചി തിരിച്ചു തരേണ്ട, മാതാവ് ചേച്ചിക്ക് തന്നതായിട്ട് വിചാരിച്ചാൽ മതി. ആരും ഇല്ലാത്ത എന്നെ, എനിക്ക് അതായത് കൂട്ടം തെറ്റിപ്പോയ കുഞ്ഞാടാണ് ഞാൻ. അവിടെ നിന്ന് എന്നെ തെരഞ്ഞു പിടിച്ച് എന്നെ നല്ല ഇടേൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അനാഥയായ എന്നെ നാഥയാക്കി, എനിക്ക് നാഥയുണ്ടെന്ന് എൻ്റെ കൃപാസന മാതാവാണ്. എൻ്റെ സാമ്പത്തികമായ ഓരോ ദിവസവും, സാമ്പത്തികമായാലും ശാരീരികമായിട്ടുള്ള ഓരോ ദിവസവും എന്നെ കടത്തിവിടുന്നത് എൻ്റെ കൃപാസന മാതാവിൻ്റെ കൃപയാൽ, എൻ്റെ യേശുപ്പച്ചൻ്റെ കൃപയാലുമാണ് ഞാൻ ഓരോ ദിവസവും നടന്നു നീങ്ങുന്നത്.